നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അവളുടെ മനസ്സിലുള്ളത് ശാരദാമ്മയുടെ നീളമുള്ള ഓടിട്ട വീടാ. അച്ഛൻ കേട്ടില്ലേ? അപ്പൊ നമ്മളെയൊക്കെ ഓർമ്മയുണ്ടാവാൻ സാധ്യതയില്ല അച്ഛാ. അല്ല എടാ, അപ്പൊ നമ്മുടെ പപ്പിമോളെ ഇവളുടെ കണ്ടീഷൻ ഇത്രയും സീരിയസ് ആണെന്ന് ഞാൻ കരുതിയില്ല. സത്യമേ, ഇനി ഉണരുമ്പോഴും ശ്യാമ ഇതേ കണ്ടീഷൻ തന്നെയാണെങ്കിലോ? വേണ്ടത് ചെയ്യാവിടെ. ആ, ഞാൻ അവളെ വിളിക്കാം. ആ. നീ ആ ഫോണിങ് തന്നെ. ദാ. എന്താ ബ്രോ, ശ്യാമയ്ക്കൊപ്പം എപ്പോഴും ശാലിനി ഉണ്ടാവണമെന്നാ ഡോക്ടർ പറഞ്ഞത്. മരുന്നിനേക്കാൾ ഫലം ചെയ്യുന്നത് ശാലിനിയുടെ സാന്നിധ്യമാണ്. കുട്ടികളുടെ മാനസികാവസ്ഥയില ഇപ്പൊ ശ്യാമ. എന്നിട്ടാണ് അമ്മ ശാലിനിയോട് അങ്ങനെയൊക്കെ പെരുമാറിയത്? സത്യാമ്മയ്ക്കപ്പോ അതിന്റെ സീരിയസ്നെസ് അറിഞ്ഞുകൂടായിരുന്നു. ഇപ്പോ നേരിട്ട് കണ്ടല്ലോ. അല്ല, അപ്പൊ അമ്മ ഇപ്പൊ വിളിക്കുന്ന? അതെ ബ്രോ. ശരി. സത്യാമ്മേ എന്തു പറഞ്ഞു? അവള് വരും. ശാലിനി വരുമോ? ശാലിനിയോ? എന്തിന്? അല്ല, ഫോണില് ഡോക്ടർ ധന്യ വരുന്ന കാര്യം ഞാൻ പറഞ്ഞത്. സത്യമേ, ഡോക്ടർ പറഞ്ഞത്. അത് പറഞ്ഞ ഡോക്ടർ തന്നെയാടാ വരുന്നത്. ഡോക്ടർ വരട്ടെ, എന്നിട്ട് തീരുമാനിക്കാം പിന്നെ എന്താണെന്ന്. രക്ഷപ്പെട്ടു. പക്ഷേ ശാലിനി ഇവിടെ വന്നു നിന്ന എല്ലാം പൊളിയും. എടാ, എന്താണ് ഇവിടെ കണ്ടതൊക്കെ? അച്ഛാ, ഒരു പ്രശ്നമുണ്ട്. അത് സംസാരിക്കാനുള്ള സാവകാശം കിട്ടിയില്ലല്ലോ. എടാ, അവളുടെ തലയ്ക്ക് ചെറിയൊരു മുറിവുണ്ടെന്നല്ലേ പറഞ്ഞുള്ളൂ. സ്റ്റെപ്പിൽ നിന്ന് വീണിട്ട് കാര്യമായി വേറെ പരിക്ക് പോലും ഇല്ലാന്ന് പറഞ്ഞു. ശരീരത്തിന് അങ്ങനെ പ്രശ്നമൊന്നുമില്ല അച്ഛാ. പക്ഷേ ഇവിടെ വന്നെല്ലാം വിശദമായിട്ട് സംസാരിക്കാന്ന് വിചാരിച്ചതാ. പക്ഷേ സത്യമ്മ ശാലിനോട് ഇറങ്ങിപ്പോവാൻ പറഞ്ഞതോടെ എല്ലാം കുഴപ്പത്തിലായി. എടാ, നീ കാര്യം എന്താന്ന് വെച്ചാ തുറന്നു പറ രോഹിത്തെ. അച്ഛാ, പുറമേ സാരമായിട്ടുള്ള മുറിവൊന്നുമില്ലെങ്കിലും ശ്യാമയുടെ തലച്ചോറിലെ നാഡീവ്യൂഹത്തിന് മുറിവേറ്റിട്ടുണ്ട്. എന്നുവെച്ചാ? എന്നുവെച്ചാ ശ്യാമയുടെ മാനസികാവസ്ഥ ചെറുതായി താളം തെറ്റിയിട്ടുണ്ട്. എടാ മക്കളെ, നീ തോടെ പറയുന്നേ? മാനസിക രോഗമൊന്നും അല്ല അച്ഛാ. ഇപ്പോഴത്തെ പ്രായത്തിൽ നിന്ന് ശ്യാമ കുറച്ച് പുറകോട്ട് പോയി. കുട്ടിക്കാലത്തെ മനസ്സാ അവക്കിപ്പോ ഉള്ളത്. എടാ, എന്നുവെച്ചാ വ്യക്തമായിട്ട് പറ. അച്ഛാ, മനസ്സുകൊണ്ട് അവളിപ്പോ ഒരു സ്കൂൾ കുട്ടിയാണ്. സ്കൂൾ കാലം കഴിഞ്ഞതോ വിവാഹം കഴിച്ചതോ ഒരു കുട്ടിയുള്ളതോ അവൾക്കിപ്പോ ഓർമ്മയില്ല അച്ഛാ. എടാ, നീ എന്തോടാ ഈ സിനിമയിൽ കാണുന്ന പോലത്തെ കാര്യങ്ങളൊക്കെ പറയുന്നേ? സിനിമയിൽ മാത്രമല്ല അച്ഛാ, ജീവിതത്തിലും. ഒന്ന് കാല് തെറ്റി വീണ ആർക്ക് സംഭവിക്കാന്നുള്ളൂ ഇതൊക്കെ.
ശ്യാമ തന്നെ നമുക്ക് മുന്നിൽ ഉദാഹരണമാണല്ലോ. ഭൂതകാലത്തിലെ ഏതോ ഒരു പോയിന്റ് തങ്ങി നിൽക്കുകയാണ് ശ്യാമയെന്ന ഡോക്ടർ പറഞ്ഞത്. അത് കഴിഞ്ഞവള് മുന്നോട്ട് വന്നില്ല. അത് കഴിഞ്ഞിട്ടുള്ള ഒന്നും അവൾക്ക് ഓർമ്മയില്ല. അതുകൊണ്ടാ അവൾക്കിപ്പോ നമ്മുടെ വീട് ഓർമ്മയില്ലാത്തത്. അവളുടെ മനസ്സിലുള്ളത് ശാരദാമ്മയുടെ നീളമുള്ള ഓടിട്ട വീടാ. അച്ഛൻ കേട്ടില്ലേ? എടാ, അപ്പൊ നമ്മളെയൊക്കെ ഓർമ്മയുണ്ടാവാൻ സാധ്യതയില്ല അച്ഛാ. അല്ല എടാ, അപ്പൊ നമ്മുടെ പപ്പിമോളെ എടാ മോനെ, ഇതിനിപ്പം ചികിത്സ? ഡോക്ടർ ടാബ്ലറ്റ്സ് ഒക്കെ തന്നു വിട്ടു. 2-3 ആഴ്ച കൃത്യമായിട്ടുള്ള മരുന്ന്, ഉറക്കം, വിശ്രമം, ഇതൊക്കെ കൊണ്ട് ശരിയാവുന്നാ പറഞ്ഞത്. പിന്നെ ഇപ്പൊ ഈ കണ്ടതൊക്കെ എന്തുവാടാ? അച്ഛാ, ഡോക്ടർ ഒരു കാര്യം പ്രത്യേകം പറഞ്ഞിരുന്നു. ശ്യാമയുടെ മാനസികാവസ്ഥ മനസ്സിലാക്കി നമ്മൾ പെരുമാറണമെന്ന്. ഒരു കാരണവശാലും പ്രകോപിപ്പിക്കരുതെന്ന്. പ്രകോപിപ്പിച്ച ശ്യാമ കൈവിട്ടു പോയേക്കുമെന്നും പിന്നെ ഒരിക്കലും തിരിച്ചു കിട്ടാനാവാത്ത ഒരവസ്ഥ ഉണ്ടായേക്കാവുന്നു. അതാ അച്ഛാ ഇപ്പൊ കണ്ടത്. എടാ, ഇതൊക്കെ അറിയിച്ചിട്ടാന്നോ ഭാമ ശാലിനി ഇറക്കിവിട്ടെ? ശ്യാമയ്ക്ക് നന്നായി ഓർമ്മയുള്ളത് ശാലിനിയാണെന്നും ശാലിനി അവളെ സംബന്ധിച്ച് ഒരു രക്ഷാസങ്കേതമാണെന്നൊക്കെ പറഞ്ഞിരുന്നു അച്ഛാ. മരുന്നുകളെക്കാളും ഫലം ചെയ്യുക ശാലിനിയുടെ സാന്നിധ്യമാണെന്നും. ശാലിനി ഒപ്പം ഉള്ളതുകൊണ്ട് മാത്രമാ ശ്യാമ ഹോസ്പിറ്റലിൽ നിന്ന് തിരികെ പോരാൻ തന്നെ തയ്യാറായത്. അപ്പൊ ഇനി എനിക്കറിയില്ല അച്ഛാ. അച്ഛാ, ഡോക്ടർ വരണം. ഡോക്ടർ എവിടെ ശ്യാമ? ആ, മുകളിലുണ്ട്. ഒരു ഡോക്ടർ. അച്ഛാ, പോയിട്ട് വരാം. ഇവിടെ ഭാമ എല്ലാം നശിപ്പിക്കും, എല്ലാവരും നശിപ്പിക്കും. ചുമ്മാ മനുഷ്യനെ ഉപദ്രവിക്കാനായിട്ട് ഓരോ സത്യമേ, ശ്യാമക്കുഞ്ഞ് ഞാൻ വിളിക്കാവേ. മോളെ ശ്യാമേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.